ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കണ്ടന്റാണ് രേണുസുതി ഇവരൊക്കെ. ഗുഡ് മോർണിംഗ് ഉമ്മ, ഹാവ് എ നൈസ് ഡേ, ടേക്ക് കെയർ, ലവ് യു ഓൾ. അപ്പൊ മൂത്ത മോന്റെ കൂടെ ഞാൻ കാറിൽ കയറി. അവനെ ഞാൻ നോക്കുന്നില്ല. അവനതേ നോക്കുന്നുണ്ടോ? ഞാൻ നോക്കുന്നുണ്ടോ അവന്? അങ്ങനെ കരഞ്ഞു മെഴുകിക്കൊണ്ട് ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, രേണുസുതി. കിച്ചുവിൻ്റെ വീഡിയോയ്ക്ക് ഒരു വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ ഇതുവരെ ഈ ഒരു സ്ത്രീ കൊടുത്തിട്ടില്ല. ആ ലേറ്റസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഇവർ ചുമ്മാ വന്നിരുന്ന് ഇവരെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു. ഇവർക്ക് യൂട്യൂബ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, ഫേസ്ബുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. അതിനകത്ത് മൊത്തം തെറി വിളിക്കുവാണ് ആൾക്കാർ എന്നാണ് ഇപ്പോൾ ഇവർ വന്ന് പറയുന്നത്. രേണുവിനെ കൊണ്ട് പറ്റുമെങ്കിൽ കിച്ചു പറഞ്ഞതിനെല്ലാം കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കും. നിങ്ങളെ കൊണ്ട് അത് സാധിക്കത്തില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും വെല്ലുവിളിക്കുക. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. അതിനുശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ രേണുവിന് പറയാനുള്ള എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഫേസ്ബുക്കും ഇൻസ്റ്റയും, ഫേസ്ബുക്കാണ് ഏറ്റവും കൂടുതൽ. ഒന്നും തുറക്കാൻ പറ്റുന്നില്ല ഇവർക്ക്. ഈ കണ്ടന്റ് ഓളികൾക്ക് രേണുസുതി വിത്ത് അല്ലെങ്കിൽ എബോവ് രേണുസുതി, ഈ രേണുസുതി എന്നുള്ള കണ്ടന്റ് മാത്രമേ ഉള്ളൂ അവർക്ക്. ഈ രേണുസുതി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് പിന്നെ ചർച്ച ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം കിച്ചുവാണ്. ആദ്യം കിച്ചുവിനൊരു മറുപടി കൊടുക്ക്. പിന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ടൊന്നും അല്ലല്ലേ ഈ തെറിവിളികളൊന്നും കിട്ടുന്നത്. പണ്ട് തൊട്ടേ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഈ തെറിവിളികളെല്ലാം. ഇപ്പം പിന്നെ ഇത്രയും കൂടെ കൂടുതൽ വരുന്നത്. അതിന് നിങ്ങൾ വന്നിരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞു മെഴുകിയിട്ട് ഒരു കാര്യമില്ല. ആദ്യം വ്യക്തമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്ക്. അവൻ സീരിയസ് അലിഗേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തിന് അവൻ്റെ സ്വന്തം അച്ഛൻ്റെ കൂടെ പരിപാടിക്ക് പോകുന്നത് വരെ നിങ്ങൾക്ക് പ്രശ്നമായിരുന്നു. നിങ്ങൾ അവിടെ അടി ഉണ്ടാക്കുന്ന കാര്യം വരെ അവൻ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും രേണുവെന്നൊന്നും പറയണ്ട. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എത്ര കരഞ്ഞിട്ട് കണ്ണുനീര് വരാത്ത എന്താ? ഈ സുധി മരിച്ച ദിവസത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ സമയത്ത് സെമിത്തേരി ചെന്നിട്ട് കരയുന്നത് പോലെ ആക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു തുള്ളി കണ്ണീര് വരുന്നില്ലായിരുന്നു. അന്ന് കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി ചോദിച്ച സമയത്ത് കരഞ്ഞ് കണ്ണീര് പറ്റിപ്പോയെന്നാണ് പറയുന്നത്. എന്തായാലും രേണു ഇത് സീരിയസ് ആയിട്ടാണോ കരയുന്നത്, തമാശയ്ക്കായിട്ടാണോ കരയുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിനകത്ത് ഞാൻ എവിടെയും ഒരു ഭയങ്കര സീരിയസ് ആയിട്ടൊരു ഇമോഷണലി എന്താ പറയണ്ട ഭയങ്കര വീക്കായിട്ടിരിക്കുന്നതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇത് കണ്ടിട്ട്. എന്നെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാൻ ജസ്റ്റ് എനിക്ക് ഫേസ്ബുക്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണാൻ ഞാൻ നോക്കുമ്പോഴത്തേന് ഇങ്ങനെ വന്നിട്ട് ഞാൻ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള മട്ടിലാണ് ഇത് മുഴുവനും. നിങ്ങൾ തന്നെ എൻ്റെ മകനാണ്, എൻ്റെ സ്വന്തം മകനാണ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന പയ്യനാണ് വന്നിരുന്ന് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളാരും ഉണ്ടാക്കി പറഞ്ഞതല്ല. അതിന് രേണു ഇതുവരെ മറുപടി കൊടുക്കുന്നില്ല. രേണു ഇവിടെ സ്റ്റിൽ പറയുന്നത് എന്താ? കമൻസിനെ പറ്റിയിട്ടാണ് പറയണത്. അതായത് ഈ സ്ത്രീ വീണ്ടും ഒളിച്ചോടുവാണ്, വീണ്ടും ഒരു നാടകം അങ്ങ് ഇറക്കുവാണ്. പബ്ലിക്കിൻ്റെ മുന്നിൽ ആത്മഹത്യ പിന്നെ കരച്ചിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കുറേ വിവരദോഷികൾ എന്ത് ചെയ്യും? അയ്യോ പാവം, ആ കൊച്ചിനെ നമ്മളെല്ലാവരും കൂടെ ജീവിതം നശിപ്പിക്കുന്നു. ആ കണ്ടില്ലേ അവൾ വന്നിരുന്ന് കരയുന്നത്, എന്തിനാ അതിനെ ദ്രോഹിക്കുന്നത്? ഈ ഒരു സാധനം വരും, മനസ്സിലായ? പിന്നെയും സപ്പോർട്ട് ചെയ്യലും. ഇതാണ് രേണുവിൻ്റെ ഇൻറ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല വേറെ ഒന്നുമല്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കണ്ടന്റാണ് രേണുസുതി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോൾ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും ഇഷ്ടം പോലെ. അവള് തീർച്ചയായിട്ടും ആഘോഷിക്കും. രേണു ഒരു വ്യക്തമായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്ക്. നിങ്ങളെ ഞാൻ അംഗീകരിക്കാം. നിങ്ങളൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ കൊടുക്ക്. കിച്ചുവിന് പറ്റത്തില്ല. കാര്യം എന്താ? ആ പയ്യൻ്റെ വേദന എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. കാര്യം ഒന്ന് ആലോചിക്കട്ടെ. സ്വന്തമായിട്ട് അമ്മയില്ല, അച്ഛനില്ല, ആകെ ഉള്ളവരിൽ നിന്ന് ആ പയ്യന് കിട്ടുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അവൻ്റെ മാനസികാവസ്ഥയാണ് നമ്മളിവിടെ എല്ലാവരും നോക്കുന്നത്. അവിടെ രേണുവിനെ പറ്റിയിട്ട് ഒരു മനുഷ്യരും ചിന്തിക്കത്തില്ല. സോ അതുകൊണ്ട് രേണുവിനെ കൊണ്ട് പറ്റുമെങ്കിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇനിയെങ്കിലും ആ ഒരു പയ്യൻ്റെയൊക്കെ കൂടെ ചേർത്ത് പിടിച്ച് കൂടെ നിർത്താൻ നോക്കുക. കാര്യം അങ്ങനെയെങ്കിലും നിങ്ങളൊക്കെ ചെയ്തു പോയ പാപമൊക്കെ മാറുന്നെങ്കിൽ മാറട്ടെ. അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി, അവൾ മുതലക്കരച്ചിലുമായിട്ട് ഇറങ്ങി. ഞാനും ഒരു മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൂയിസൈഡ് ചെയ്യാം. കാരണം ഇത് കേൾക്കാതിൻ്റെ എന്തിനു സൂയിസൈഡ് ചെയ്യണം? ഇതിനെക്കാട്ടും വലിയ അപരാധങ്ങൾ വന്നിട്ട് സൂയിസൈഡ് ചെയ്യാത്ത വ്യക്തിയാണ് രേണുസുതി. ഇപ്പോൾ സൂയിസൈഡ് ചെയ്യുന്നത്. അബോഷൻ്റെ കേസ് വരെ വന്ന് പറഞ്ഞു. 22 വയസ്സുള്ളൊരു പയ്യനുമായിട്ട് ഇവർക്ക് എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു.
അതിനെ തുടർന്ന് ഇവർ അബോർഷൻ ചെയ്യാൻ പോയെന്ന് വരെ ഇവരുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഹനാൻ വന്ന് പറഞ്ഞ്. അന്നേരം ഒന്നുമില്ലാത്ത ഈ ഒരു ആത്മഹത്യയുടെ ഒരു സാധനം ഇപ്പം എന്തിനു വന്ന് പറയണം? ഇതൊന്നും ഒരിക്കലും ഒരു എക്സ്പ്ലനേഷൻ അല്ല രേണു. നിങ്ങൾക്ക് വിഷമം ഉണ്ടായിരിക്കും, ഇമോഷൻ ഫീലിങ്സ് ഒക്കെ കാണുമായിരിക്കാം. പക്ഷേ ഈ സാഹചര്യത്തിൽ രേണു ഈ ഒരു അടവല്ല വന്ന് ഇറക്കേണ്ടത്. എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കൂടിപ്പോകും. ഇത് പറയണ്ട. വേണമെങ്കിൽ രേണു ഒന്നുമില്ലെങ്കിൽ പോലും വെറുതെ എങ്കിലും പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. എന്തിനാ ഈ പറയുന്ന യൂട്യൂബേഴ്സിനെ എല്ലാവരും കൂടെ പിടിച്ച് പോലീസുകാരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വേണമെങ്കിൽ ഗതി കെട്ടി കഴിഞ്ഞാൽ ആ പണിയും വേണമെങ്കിൽ ഇവർ ചെയ്യും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അപ്പുറം ഞാൻ കേട്ട്. പക്ഷെ ചില കാര്യങ്ങൾ എന്നെ ബാക്കിലോട്ട് നിർത്തുവാണ്, ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുവാണ് സൂയിസൈഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? പക്ഷെ എനിക്കറിയില്ല ഇത് ഒരിക്കലും നിങ്ങളെ ഞാൻ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിർബന്ധിക്കുകയല്ല. നിങ്ങളെ സൂയിസൈഡ് ചെയ്യാനായിട്ട് കേരളത്തിലുള്ള ഒരു മനുഷ്യരും നിർബന്ധിക്കത്തുമില്ല. ഇവിടെ നിങ്ങൾ അനാവശ്യമായിട്ട് ഈ ആത്മഹത്യ പ്രേരണ കുറ്റം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ആരുടെയും മണ്ടയിലോട്ട് അടിച്ചേൽപ്പിക്കരുത്. നിങ്ങൾ ആത്മഹത്യ ചെയ്യണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ പയ്യൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അവന് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും അവന് അത്രയും മോശം അനുഭവമാണ് അവൻ്റെ ലൈഫിൽ അവന് കിട്ടിയിട്ടുള്ളത്. അവൻ്റെ എക്സ്പീരിയൻസാണ് അവൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ വന്ന് നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോയാൽ നിങ്ങളുടെ മകൻ്റെ അവസ്ഥ എന്താണ്? നിങ്ങൾക്ക് അതിനെപ്പറ്റി ബോധമില്ലേ? അല്ലെങ്കിൽ ആത്മഹത്യയാണോ എല്ലാത്തിനും ഒരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതുകൊണ്ട് രേണു ഇങ്ങോട്ട് വന്നിരുന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ ഉള്ള കളികൾ ഇറക്കി കഴിഞ്ഞാൽ തിരിച്ച് ഇതുപോലെ തന്നെയായിരിക്കും. അല്ല ഞങ്ങളെല്ലാവരും അയ്യോ കൈകൊട്ടി രേണു ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളൊന്നും പറയത്തില്ല. അങ്ങനെ നൈസായിട്ട് കൊണ്ടുവന്ന് ഞങ്ങളുടെ പേരിലൊരു കേസ് ഇടാം എന്നുള്ളൊരു ചിന്തയുണ്ടെങ്കിൽ അത് രേണുവിൻ്റെ കൈ വെച്ചിരുന്നാൽ മതി. ആദ്യം മകനെന്ന് കൊണ്ട് നടന്ന കിച്ചുവിൻ്റെ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യത്തെ പറ്റി തീരുമാനിക്കുക. നിരന്തരം ഈ നെഗറ്റീവ് ഓളുകളുടെ ഈ ഒരു ഇതെനിക്ക് സ്ട്രെസ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. നിങ്ങൾ ഈ കരയുന്ന കരച്ചിലൊന്നും അല്ല രേണു. ഇതിനപ്പുറം ആ ചെറുക്കൻ കരഞ്ഞിട്ടുണ്ട്. അവൻ്റെ ഇന്നലത്തെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട്. അവൻ്റെ അച്ഛൻ മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും നിങ്ങളുടെയൊക്കെ കുടുംബക്കാരെ അവനെ വിളിച്ചുകൊണ്ട് പോയി 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നൊക്കെ ആഹാരം കഴിച്ചു വന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അവന് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്തൊക്കെ അപ്പം അവൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ട്. അവൻ്റെ വിഷമം എന്താ മനസ്സിലാക്കാത്തത്? ഇവിടെ രേണുവിൻ്റെ ഇമോഷൻസ് മാത്രം എല്ലാവർക്കും മനസ്സിലാക്കിയാൽ മതിയോ? എനിക്ക് പിടി കിട്ടുന്നില്ല. ഇവരിപ്പോൾ ഈ കരഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇറക്കേണ്ട ഉദ്ദേശം എന്താ? ഇവരിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് നെഗറ്റീവ് ഓളികൾ, നെഗറ്റീവ് കമൻസ്, ഇതിനെപ്പറ്റിയാണ് പറയുന്നത്. ആ ചെറുക്കം എന്ന് പറഞ്ഞതിനെ പറ്റി ഇവർക്ക് കമാന്നൊരു അക്ഷരം ഉണ്ടണ്ട. ഇതുകൊണ്ടാണ് ഞാൻ പലതവണയും പറയുന്നത്, ഇവർ സോഷ്യൽ മീഡിയയിൽ ഇവർ കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ ഇപ്പം നാണ്ട ഈ ഒരു സാധനം കൂടെ വരുമ്പോഴത്തേക്ക് ഇവർക്കറിയാം ഇത് പിന്നെ ചർച്ചാ വിഷയമാവും, അല്ലെങ്കിൽ ഇത് പിന്നെ ഒരു സിമ്പതി സാധനം വർക്കൗട്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇവരിപ്പോൾ ഇങ്ങനൊരു പ്ലാനിങ് ആയിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പരത്തെറി വിളിക്കുന്നത് എനിക്കറിയത്തില്ല. ഇവിടെ ആരാടെ പരത്തെറി വിളിച്ചത്? ഇവിടെ രേണുവിനെയൊക്കെ പരത്തെറി വിളിക്കേണ്ട ആവശ്യം എന്താ? ഞങ്ങളാരും വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തരെ കമൻസിൽ ഒരുപാട് പേര് കടന്ന് ചീത്ത വിളിക്കുന്നുണ്ട്. ചീത്ത വിളിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഇതിനൊക്കെ ഒരു വഴി ഉണ്ടാക്കുന്നത് ആരാന്നും കൂടി ചിന്തിക്കണം. രേണുവാണ് ഇതിനൊക്കെ ഒരു വഴി ഉണ്ടാക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ ഇവിടെ കാണിക്കാം. രേണു ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും രേണു സബ്സ്ക്രിപ്ഷനകത്ത് വീഡിയോസ് ഇടാൻ മറക്കുന്നില്ല. അതെന്താണെന്നും കൂടി എനിക്കൊന്ന് പറഞ്ഞാൽ ഞാനിവിടെ സൈഡിലൊരു വീഡിയോ കാണിക്കാം. ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് രേണുവിൻ്റെ ഫേസിലൊന്നും ഒരു വ്യത്യാസങ്ങളും എനിക്ക് തോന്നുന്നില്ല. അതായത് രേണുവിന് വിഷമമുണ്ടോന്നോ സങ്കടം ഉണ്ടോന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഞാനിവിടെ കുറേ ഭാഗം ബ്ലർ ചെയ്തായിരിക്കും കാണിക്കുന്നത്. അതെൻ്റെ ഒരു മാന്യത വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യുവാണ്. Good morning, Umma. Have a nice day. Take care. Love you all. എടോ, ഇതൊക്കെ ഞാൻ ഇതിന് കുറ്റമൊന്നും പറയുന്നില്ല. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷെ എന്നാൽ പോലും രേണു മനസ്സിലാക്കേണ്ടത് ആ പയ്യന്മാരുടെ കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ആ കൊച്ചു പയ്യൻ്റെയും പിന്നെ ആ കിച്ചുവിൻ്റെയും അവരുടെ മാനസികാവസ്ഥയിലൂടെ ഒന്ന് കടന്നു പോകാൻ വല്ലപ്പോഴും ഒന്ന് ശ്രമിക്കും. ഇതെടുത്ത് വെച്ചിട്ട് എനിക്ക് ഒരുപാട് പറയാൻ പറ്റും, എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റും. ഞാനത് സംസാരിക്കാത്തതും ചെയ്യാത്തതും അതെൻ്റെ ഒരു മാന്യതയായിട്ട് നിങ്ങൾ കരുതിക്കും. എന്തായാലും രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ വേറൊരാൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം.
ഏതൊരു സ്ത്രീത്വത്തിന് നമ്മൾ വില കൊടുക്കുക. ബിക്കോസ് രേണുസുതി ആണെങ്കിലും അത് മക്കളുടെ ഏതൊരു സ്ത്രീ ആണെങ്കിലും അവരിപ്പോൾ ഇത്രത്തോളം വളർന്നു, അല്ലെങ്കിൽ മുന്നോട്ട് വന്നു, അല്ലെങ്കിൽ അവരുടെ കഠിനാധ്വാനം കൊണ്ട് അവർ ഒരുപാട് മേഖലകളിലേക്ക്, വിവിധ മേഖലകളിൽ അഭിനയം ആയിക്കോട്ടെ, റിയാലിറ്റി ഷോ ആയിക്കോട്ടെ, സ്റ്റേജ് പ്രോഗ്രാം ആയിക്കോട്ടെ, അവരുടെ അയ്യോ, കഠിനാധ്വാനം എന്നുള്ളൊരു കാര്യം പറയരുതേ. അഭിനയത്തിൻ്റെ കാര്യം ഇവിടെ വലിച്ചിടല്ലേ. ഒരുപാട് പേര് കഷ്ടപ്പെട്ട് അഭിനയിച്ച് നല്ലൊരു നടന്മാരും നടിമാരുകളും ആയിട്ടുണ്ട്. അതൊക്കെ അവരുടെ കഴിവും കൊണ്ട് വന്നതാണ്. രേണുവിനെ സംബന്ധിച്ച് രേണു എന്താ ചെയ്തേക്കുന്നത്? മൊത്തം അപരാധങ്ങൾ, നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ റീച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ രേണു ഭയങ്കര കഠിനാധ്വാനമായിട്ട് അങ്ങ് അധ്വാനിച്ച് കയറി വന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഓരോരുടെ കഴിവുകൾ കൊണ്ട് അവർ മുന്നോട്ട് വന്നു. എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ ഒരു ഫീനിക്സ് ബേർഡ് പോലെയാണ് ആ വ്യക്തി. എന്ത് കഴിവാണ് കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പേര് വെച്ചിട്ടല്ലാതെ ഇവർക്ക് എന്ത് കഴിവാണ് ബേസിക്കലി ഉള്ളത്? പറ, നിങ്ങൾ പറ. ആദ്യ കാലങ്ങളിൽ രേണു എങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നതെന്ന് നിങ്ങളൊന്ന് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. രേണു കയറി വരുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാ യൂട്യൂബേഴ്സും രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ രേണു കാണിച്ചുകൊണ്ടിരുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്നൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ രേണു വളരെ അടുത്ത സുഹൃത്താണ്. രേണുവിന് എന്താ പറയാ, ഇത്തരത്തിലുള്ള വിഷമഘട്ടങ്ങളെല്ലാം മറികടക്കുവാനുള്ള ഒരു ധൈര്യം ദൈവം കൊടുക്കട്ടെ, അല്ലെങ്കിൽ മെന്റൽ ട്രോമയിലൂടെ കടന്നു പോകുന്ന രേണുവിന് എല്ലാവിധ നന്മ ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത്. ബിക്കോസ് ഏതൊരു വ്യക്തിയും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ നെട്ടോട്ട് ഓടുന്നത്. നമ്മൾ ഒരു രൂപ കൊടുത്ത് ഇവരാരും സഹായിക്കുന്നില്ല. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സകലമാന ആൾക്കാർ നെട്ടോട്ട് ഓടുന്നത്. പക്ഷേ ജീവിക്കാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗ്ഗങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. മനസ്സിലായോ? സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിരിക്കുന്നത് രേണുസുതിയാണ് ഇതിൻ്റെയൊക്കെ, അതായത് പുള്ളിക്കാരത്തി തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രധാന റീസൺ. മനസ്സിലായോ? ആദ്യ കാലങ്ങളിലെ രേണുവിന് പല മാർഗങ്ങളിലൂടെ രക്ഷപ്പെടാനായിട്ടുള്ള ഒരുപാട് ചാൻസസ് ഉണ്ടായിരുന്നു. പക്ഷേ രേണു തിരഞ്ഞെടുത്ത ഈ ഒരു വഴിയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. പോരാത്തതിന് ഇപ്പോൾ ആ ഒരു പയ്യൻ്റെ കാര്യങ്ങളും കൂടെ മനസ്സിലായല്ലോ. അതായത് അവനെപ്പോലും ലിറ്ററലി മാറ്റി നിർത്തുമായിരുന്നു. അവൻ ഒന്നുമില്ലെങ്കിൽ ഇവരുടെ ഭർത്താവിൻ്റെ ആദ്യത്തെ മകനാണ്. ആ പയ്യനെ പോലും ഇവരുടെ കുടുംബത്തിൽ നിന്ന് മാറ്റി നിർത്തുക, അവനെ വല്ലപ്പോഴും എങ്ങാനും 10-200 രൂപ അവനെ അയച്ചു കൊടുക്കുക. മനസ്സിലായോ? അതായത് കൂടെ നിൽക്കുന്ന ആൾക്കാരെ എല്ലാവരും ചവിട്ടി താഴ്ത്തിട്ട് മണ്ടേ കയറുന്ന പരിപാടി. മനസ്സിലായില്ലേ? അപ്പോൾ രേണുവിനെ പറ്റിയിട്ട് ഓരോന്നൊക്കെ പുകഴ്ത്തി പറയുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം വന്ന് സംസാരിക്കാനായിട്ട്. എന്തിനാ ദാനം കൊടുത്ത ആൾക്കാരെ വരെ വന്ന് തെറി പറഞ്ഞു? അതിനപ്പുറം വല്ലതും ഉണ്ടോ? അപ്പോൾ എനിക്കടക്കം ബോഡി ഷെയ്മിങ്ങും ജെൻഡർ അധിക്ഷേപവും ഒക്കെ നേരിട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഈ വ്യക്തിക്കടക്കം ഈ സൈബർ ബുള്ളിങ് അറ്റാക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് എത്രത്തോളം മനുഷ്യരെ വേദനിപ്പിക്കും, എത്രത്തോളം വിഷമപ്പെടുത്തും, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ ഘടകങ്ങളിലും അതിനെ ബാധിക്കും. ഡേ ടു ഡേ ലൈഫിലാണെങ്കിലും, അതുപോലെ അവരുടെ കുടുംബത്തിലാണെങ്കിലും, അവരുടെ സൊസൈറ്റിയിലാണെങ്കിലും ഒക്കെ. പക്ഷെ ഇത് നിങ്ങളിപ്പോൾ ചോദിക്കുന്നതെല്ലാം സ്വയം വരുത്തി വെച്ചല്ലേന്ന്. പക്ഷെ അവരവരുടെ ജീവിതം കൊണ്ട് പലയിടത്തും ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കി. അതിന് നമ്മളെല്ലാം കുറ്റം കണ്ടുപിടിച്ച് അവരെ ഇങ്ങനെ വധിക്കാൻ നിന്ന് നമ്മൾ ആർക്കും റൈറ്റ്സ് ഇല്ല. നമ്മൾ ഒരാളെയും ക്രൂശിക്കേണ്ട. നമ്മൾ ഒരാൾ അവരുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്നതല്ല, അവർ കുറ്റങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അവരവരുടെ ലൈഫ് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും നല്ലൊരു കാര്യം പറ, എടുത്തു വെച്ച് സംസാരിക്കാനായിട്ട്. സോഷ്യൽ മീഡിയയിൽ എന്താ അവർ ചെയ്തിരിക്കുന്നത്? ഇനി സോഷ്യൽ മീഡിയയുടെ കാര്യമോ വിട്, സ്വന്തം മകനാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ പയ്യനോടെ കാണിച്ചേക്കുന്നത് എന്തൊക്കെയാണെന്ന് ഇവിടെ ഇപ്പം എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞ്. പിന്നെ ഇവരൊക്കെ ഈ വന്നിരുന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴാണ് നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്തത്. എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണത്? ഈ സ്ത്രീയെ എങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും? ഒരു രീതിയിലും ഒരു നല്ല കാര്യങ്ങൾ ഇവർ ചെയ്യുന്നില്ല. അങ്ങനെ ആരെയും ക്രൂശിക്കാനുള്ള റൈറ്റ്സ് നമുക്ക് ഒരു ഭരണാധികാരികളും നമുക്ക് തന്നിട്ടില്ല. അവരവരുടെ ഹാപ്പിനെസ്സിന് പോട്ടെ, മുമ്പോട്ട് അവരവരുടെ ഹാപ്പിനെസ്സിന് പോവുകയോ പോകാതിരിക്കുകയോ എന്ത് പണ്ടാരെങ്കിലും ചെയ്യട്ടെ. പക്ഷേ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ബാക്കിയുള്ളവരെ വേദനിപ്പിച്ചിട്ടാവരുത്. ഒരു പയ്യൻ്റെ വിഷമവും സങ്കടമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ കൂടുതലൊന്നും പറയുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുന്നേ ഇവർ കാർ എടുത്തില്ല, പുതിയൊരു വണ്ടി എടുത്ത സമയത്ത് ഇവർ കിച്ചുവിനെ കാറിനകത്ത് കയറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നൊരു വീഡിയോ ഒന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ മൂത്ത മോന്റെ കൂടെ ഞാൻ കാറിൽ കയറി, അവനെ ഞാൻ നോക്കുന്നില്ല. അവനതേ നോക്കണം, ഞാൻ നോക്കുന്നത് കണ്ടോ അവന്? അത് മൂത്ത മോന്റെ കാറില്, ഇത് മൂത്ത മോന്റെ കാറ്. എന്തോരം പ്രഹസനമാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക. എനിക്ക് മകനുമായിട്ടൊരു പ്രശ്നമില്ല, ഞാൻ അവനെ പൊന്നുപോലെയാണ് നോക്കുന്നത്, ഞാൻ അവന് ആവശ്യമുള്ള സമയത്ത് പൈസകൾ കൊടുക്കാറുണ്ട്, അവന് സ്നേഹം കൊടുക്കാറുണ്ട്. ഈ സാധനമാണ് ഇവരിവിടെ അടിക്കാൻ നോക്കുന്നത്. ഇത് കണ്ട് വിശ്വസിക്കുന്ന കുറേ വിവരം കെട്ട കുറേ ആൾക്കാർ. ഇവരുടെ ഒരു എന്തോ പറയണ്ട, ഇവരുടെ ഒരു വേറൊരു ഫേസ് ഉണ്ട് ഇവർക്ക്. ആ ഫേസ് ആരും ജനങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല. ഇപ്പോഴും കുറേ ആൾക്കാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് രേണുവിൻ്റെ മകനല്ലല്ലോ, അപ്പോൾ രേണു എന്തിനും ഓവറായിട്ട് അറ്റാച്ച്ഡ് ആവണം, അങ്ങനെയൊക്കെയാണ് പല ആൾക്കാരും ചിന്തിച്ചിരിക്കുന്നത്. അങ്ങനെയാണോ?
സെക്കൻഡ് മാരേജ് ചെയ്തേക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മേ ബി ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടായിരിക്കാം. സെക്കൻഡ് മാരേജ് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ആദ്യത്തെ കല്യാണത്തിലുണ്ടാവുന്ന മക്കളെയൊക്കെ നിങ്ങളെല്ലാവരും അവഗണിച്ചൊക്കെ മാറ്റി നിർത്തുവാണോ ചെയ്യുന്നത്? എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ്. അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാൻ വയ്യ, അവരെയൊക്കെ എന്തോ നമ്മൾ പറയണ്ടേന്ന്. നിങ്ങൾ കമൻസ് എടുത്ത് നോക്കണം. അതും കൂടുതൽ സ്ത്രീകളാണ് എന്ന് ആലോചിക്കും. എന്തായാലും ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്താം. കിച്ചു ലൈഫ് സ്റ്റോറിയുമായിട്ട് ഇനിയും വരാതിരിക്കാൻ നിങ്ങൾ മാക്സിമം പ്രാർത്ഥിക്കുക. അവൻ ഇനിയും വന്ന് വാ തുറക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇവിടെ കൊണ്ടൊന്നും നിൽക്കാൻ പോകുന്നില്ല. അത് ഇതിൻ്റെ എക്സ്ട്രീമായിരിക്കും നിങ്ങൾ ചിലപ്പം ഫേസ് ചെയ്യേണ്ട വന്നത്. അവൻ്റെ ഒരു മര്യാദ വെച്ചിട്ട് പല കാര്യങ്ങളും അവൻ വിഴുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇനി അവൻ തുറക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ സംഭവം ഇവിടെ എങ്ങും നിൽക്കത്തില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.